കേരളത്തിലേക്ക് വരുമ്പോൾ കേസോട്ടയുടെ പക്കൽ കണക്കുകൾ ഉണ്ടാകും. നമുക്ക് എത്രത്തോളം ആശ്വാസകരമാണ് ഈ കണക്കുകൾ? അവയവദാനം എന്നുള്ളത് അത് എത്രത്തോളം മറ്റൊരാൾക്ക് ജീവൻ പകരാൻ നൽകാൻ ഒതുങ്ങുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ എത്രത്തോളം ആളുകൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ബോധവാന്മാരാണ്? കേരളത്തിലേക്ക് വരുമ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു ആശ്വാസം ഉണ്ടോ നമുക്ക്? ഇല്ല, കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആശ്വാസമില്ല. കഴിഞ്ഞ 2024 നമുക്ക് വെറും 11 മസ്തിഷ്ക മരണാനന്തര അവയവദാനമായി നടന്നത്. പക്ഷെ 2025 ആയപ്പോൾ അത് ഡബിളായത് 25 പക്ഷെ കഴിഞ്ഞ ഒരു മാസം, അതായത് ജാനുവരി മാസം ഫെബ്രുവരി വരെ എത്തുമ്പോൾ 6 മസ്തിഷ്ക മരണാനന്തര അവയവദാനം നടന്നു. ഒരു മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏകദേശം 1300ഓളമാണ്. അതിൽ 96% ജീവിക്കുന്ന ദാതാക്കളിൽ നിന്നുണ്ടാകുന്നതാണ്. നമുക്ക് ലിവർ ആണെങ്കിൽ ഏകദേശം 350 മുതൽ 400 ലിവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്, അതും ജീവിക്കുന്ന അവയവദാതാക്കളിൽ നിന്നാണ്. ഇത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-40 എന്നുള്ള കണക്കിലായിരിക്കും. അതായത് 60% ജീവിക്കുന്നവരിൽ 40% മരണാനന്തര അവയവദാനം. പക്ഷെ നമുക്കിവിടെ 95 മുതൽ 99 വരെ ജീവിക്കുന്നവരുടെ ദാതാക്കളിൽ നിന്നും ഏകദേശം 1% അല്ലെങ്കിൽ 2% മാത്രം മരണാനന്തര അവയവദാനത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. അത് നമുക്ക് മാറേണ്ടിയുണ്ട്. കൂടുതൽ മരണാനന്തര അവയവദാനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശുപത്രികളെ അതിനെ ശാക്തീകരിച്ച് അതിനൊരു വെല്ലുവിളി, ആശുപത്രികൾ പറയുന്നൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഒരു അൺപ്ലാൻഡ് സർജിക്കൽ ആക്ടിവിറ്റിയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അതായത് പെട്ടെന്നൊരു, ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ ആലോചിച്ചാൽ രാത്രിയാണ് സർജറി ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ രാത്രി തിയേറ്റർ റെഡിയാക്കണം, എക്സ്ട്രാ സ്റ്റാഫ് ഉണ്ടാക്കണം, ICU പ്രിപ്പയർഡ് ആകണം. അങ്ങനെ ഒരു പെട്ടെന്നൊരു എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനവവിശേഷി സർജ് ഉണ്ടാവും, ഒരു പെട്ടെന്നൊരു കയറ്റം ഉണ്ടാവും. അപ്പൊ അതെല്ലാം ആശുപത്രിക്ക് മാനേജ് ചെയ്യണം, ഹോസ്പിറ്റൽ ഒഴിവാക്കണം. പിന്നെ ഈ ട്രാൻസ്പ്ലാന്റ് അൺപ്ലാൻഡ് ആയതുകൊണ്ട് അടുത്ത ദിവസത്തെ സർജറികൾ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ കുറെ വെല്ലുവിളികളുണ്ട് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം. അത് കാരണമാണ് പല ആശുപത്രികളും മസ്തിഷ്കമരണാനന്തര അവയവദാനത്തിലും അല്ലെങ്കിൽ മസ്തിഷ്കമരണാനന്തര അവയവദാന ശസ്ത്രക്രിയയിലോട്ടും മുന്നോട്ട് വരാത്തത്. പക്ഷെ നമ്മൾ അതിനെല്ലാം ഒരു പരിഹാരം പ്ലാനിലുണ്ട്. ഒരു പ്രത്യേക ഓർഗൻ ഡൊണേഷൻ യൂണിറ്റുകൾ ആശുപത്രിയിൽ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഓർഗൻ ഡോണർ മെയിൻ്റനൻസ് യൂണിറ്റ് സ്ഥാപിക്കുക, പ്രത്യേക തിയേറ്ററുകൾ സജ്ജീകരിക്കുക. അങ്ങനെയുള്ളൊരു നടപടിക്രമങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആശുപത്രികൾക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇത് ഏകോപിപ്പിച്ച്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വളരെ വലിയ വെല്ലുവിളിയാണ്. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഈ അവസരത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേസോട്ടയുടെ പ്രവർത്തനങ്ങളും ഒക്കെ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.